നമസ്കാരം. ഇപ്പോൾ ജനനായകൻ ഏതായാലും 9-ാം തീയതി റിലീസാവില്ല എന്ന് ഉറപ്പായി. പരാശക്തി 10-ാം തീയതി റിലീസാവുകയും ചെയ്യും. അപ്പോൾ ജനനായകനോ പരാശക്തിയോ വിജയിയോ ശിവകാർത്തികേയനോ തമിഴക വെട്രിക്കഴകമോ ദ്രാവിഡ മുന്നേറ്റ കഴകമോ ഈ ഒരു പോരാട്ടമെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് തൽക്കാലത്തേക്ക് ലഭ്യമാക്കിയിട്ടില്ല സെൻസർ ബോർഡ്. അതിൻ്റെ കാരണമായിട്ട് പലത് പറയുന്നുണ്ട്. പക്ഷേ കേസ് കോടതിയുടെ മുമ്പിലാണ്. ഇന്ന് ഒരു 10:30-11 മണിയോടുകൂടി അത് ആ വാദം സംബന്ധിച്ച വിധി കോടതി പ്രസ്താവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചിലപ്പോൾ ഉച്ചയായേക്കാം, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞേക്കാം. അത് കോടതിയുടെ തീരുമാനമാണ് എപ്പോൾ വിധി പ്രഖ്യാപിക്കണമെന്നുള്ളത്. പക്ഷേ ഇന്ന് ആ കേസ് സംബന്ധിച്ച് സെൻസർ ബോർഡും ജനനായകൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസും തമ്മിലുള്ള കേസിൽ തമിഴ്നാട് ഹൈക്കോടതി ഇന്ന് സിംഗിൾ ബെഞ്ചാണ്, ഇന്ന് വിധി പറയും. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ സംബന്ധിച്ച് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. DMK തലയിട്ടാണ് സെൻസർ ബോർഡിനെ സ്വാധീനിച്ച് ജനനായകൻ്റെ റിലീസ് തടയുവാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. BJP ഇതിൻ്റെ പിന്നിലാണ്. കാരണം NDA മുന്നണിയിലേക്ക് വിജയ് വരാത്തത് കൊണ്ട്, വിജയുടെ TVK വരാത്തത് കൊണ്ടുള്ള പ്രതികാര നടപടികളാണ്. അല്ല, വിജയ് തന്നെയാണ് ഇത് ചെയ്തത്. കാരണം പരാശക്തിയെ പോലുള്ളൊരു പടവുമായിട്ട് ഏറ്റുമുട്ടി സാമ്പത്തിക നഷ്ടം വരുത്തണ്ട എന്നുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് മതനിന്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഈ ഭാരതീയ സൈന്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സീനുകൾ ഈ ചിത്രത്തിലുണ്ട് എന്നൊക്കെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലാ വശത്തു നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ ആകെ ഒരു ബഹളമാണ്. അപ്പോൾ ഇതിലെല്ലാം പലതിലും സാധുതയുണ്ടാകാനും സാധ്യതയുണ്ട്. ഭാരതീയ സൈന്യത്തെ അപമാനിച്ച അവസാനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി തൽക്കാലത്തേക്ക്. ഒരു ഭഗവൻ കേസരി എന്നൊരു തെലുങ്ക് ചിത്രത്തിൻ്റെ, മസാല ചിത്രത്തിൻ്റെ ഏതാണ്ടൊരു 50-60% റീമേക്കായ ഈ ചിത്രത്തിൽ പറഞ്ഞാൽ തന്നെ വിജയ് എന്ത് പറയും? ഒരു ഭാരതീയ സൈന്യത്തിനെ അപമാനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിൽ BJPക്കോ അല്ലെങ്കിൽ എന്തിന് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് പോലും DMKക്ക് പോലും ഒരു അസ്വസ്ഥത തോന്നേണ്ട കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. DMKയെ ന്യായീകരിക്കുകയല്ല, അവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഈ ജനനായകൻ എന്നുള്ള ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. ജനനായകൻ എന്നുള്ള ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്, അതിൻ്റെ മുതലാളി എന്ന് തന്നെ പറയാം, ഉടമയായ K. വെങ്കിട്ട് നാരായണ കന്നഡക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ പലരും അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അന്വേഷണം അദ്ദേഹത്തിന് അത്ര സുഖകരമായ ഒന്നായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ നമ്മോട് പറയുന്നു. കാരണം 20 വർഷങ്ങളോളം വളരെ പ്രമുഖമായ, അതായത് കർണാടകയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ പ്രമുഖമായൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ആദ്യം CFO ആയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായും പിന്നീട് CEO ആയും പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജോലി പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, അതാണ് ഈ വെങ്കിട്ട് നാരായണയ്ക്കുള്ളത്. ഈ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കമ്പനി ഏതാണ്, അതെന്തുകൊണ്ട് അതൊരു വിവാദപരമായിട്ടുള്ളൊരു കമ്പനിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം. തൽക്കാലം ആ കമ്പനിയുടെ പേര് പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി പശ്ചാത്തലം. ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം കന്നഡ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. സഖത്ത്, ബൈ ടു ലവ് 2 കന്നഡ സിനിമകൾ നിർമ്മിക്കുന്നു. രണ്ടും ഏതാണ്ടൊരു ആവറേജ് ഹിറ്റുകൾ എന്ന് പറയാവുന്ന സിനിമകൾ. പക്ഷേ സിനിമകളുടെ ജയപരാജയങ്ങളല്ല, ഇവയുടെ ബഡ്ജറ്റാണ് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പ്രാധാന്യമർഹിക്കുന്നത്. സഖത്തിൻ്റെ ബഡ്ജറ്റ് ഏതാണ്ട് 1 കോടി രൂപ. ബൈ ടു ലവിൻ്റെ ബഡ്ജറ്റ് ഏതാണ്ടൊരു 2 കോടി പ്ലസ് 2 കോടിക്ക് ഒരല്പം മുകളിൽ നിൽക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ബഡ്ജറ്റുകൾ. ഈ ബഡ്ജറ്റുകളിൽ സിനിമകൾ നിർമ്മിച്ച, കന്നഡ സിനിമകൾ നിർമ്മിച്ച KVN പ്രൊഡക്ഷൻസ് അവരുടെ 3ാമത്തെ പടമായി നിർമ്മിക്കുന്നത്, അവർ തന്നെ ഇപ്പോൾ 9-ാം തീയതി റിലീസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 500 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്ന് കോടതിയിൽ രേഖാമൂലം അറിയിച്ച ജനനായകനാണ്. അപ്പോൾ ജനനായകൻ്റെ 500 കോടി രൂപ നഷ്ടമുണ്ടെങ്കിൽ അവർ പറയുന്നത് പ്രകാരം തന്നെ 250-300 കോടി രൂപയുടെ ബഡ്ജറ്റ്
മുടക്ക് മുതൽ ആ സിനിമയിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ശ്രദ്ധിക്കുക, 1 കോടിയുടെ ആദ്യത്തെ സിനിമ സഖത്ത്, ഏതാണ്ട് 2 കോടി കുറച്ചധികം, 2 കോടിക്ക് ഒരല്പം മേൽ ബഡ്ജറ്റുള്ള ബൈ ടു ലവ് രണ്ടാമത്തെ സിനിമ, മൂന്നാമത്തെ സിനിമ 250-300 കോടി രൂപ മുതൽ മുടക്കുള്ള ജനനായകൻ. അപ്പോൾ അങ്ങനെ സംഭവിച്ചൂടെ? ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം ഒരുപാട് പണമുണ്ടാക്കിയിരിക്കാം, സ്വത്ത് സമ്പാദിച്ചിരിക്കാം. അതായിരിക്കും അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് മുടക്കുന്ന വെങ്കിട്ടനാരായണ. സാധ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, ഇദ്ദേഹം ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമയായിരുന്നില്ല. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ലോകത്തെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന CEO ആയിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ ആ ശ്രേണിയിലായിരുന്നു അദ്ദേഹമെങ്കിൽ പോലും ഒരു 20 കോടി രൂപ വാർഷിക ശമ്പളം, 20 കോടി രൂപയിലെ വാർഷിക ശമ്പളത്തിൽ അദ്ദേഹം 1 രൂപ പോലും ചിലവാക്കിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതാണ്ടൊരു 400-500 കോടി രൂപ മാത്രമേ ആകെ സ്വത്തായിട്ട്, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു വ്യാവസായിക പശ്ചാത്തലം ഇദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അദ്ദേഹത്തിനില്ല. പക്ഷേ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യാവസായിക പശ്ചാത്തലം അങ്ങ് ഒരു അഭൂതപൂർവമായൊരു വികാസം കാണുകയുണ്ടായി. വികാസം കാണുകയുണ്ടായെന്ന് പറഞ്ഞാൽ ധനപരമായിട്ട് അസറ്റ്സ് ബേസ് ചെയ്തല്ല. 10 കമ്പനികൾ, ഏതാണ്ട് പല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് കമ്പനി, ഇപ്പോൾ ഗ്രാഫിക്സ് ഡിസൈൻ കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിയ കമ്പനികൾ പോലെ 10 കമ്പനികൾ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടിയായി 35 കമ്പനികൾ വേറെയും സ്ഥാപിച്ചു. ഈ കമ്പനികളൊക്കെ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് എക്സലിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് KVN പ്രൊഡക്ഷൻസിൻ്റെ ഉടമ. അദ്ദേഹമാണ് ജനനായകൻ ഇപ്പോൾ 250 കോടി രൂപ മുടക്കി സെൻസറിൽ ഇപ്പോൾ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നത്. ഈ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു സംശയമോ അല്ലെങ്കിൽ ആരോപണമോ എന്ന് പറയുന്നത് വൻ തോതിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ്. ഇതുവരെ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള യാതൊരു വിവരവും ആർക്കും ലഭിച്ചിട്ടില്ല. പക്ഷേ സംശയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ സംശയങ്ങൾ ഉയരുന്നതിന് ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല, 10 കമ്പനികൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് 35 കമ്പനികൾ, ഇത് മാത്രമല്ല, ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള ഇനി വരുവാനുള്ള പ്രൊജക്റ്റുകളും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം കണക്കാക്കി ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വമ്പൻ പ്രോജക്റ്റാണ് ടോക്സിക്. യാഷ് നായകനായി മലയാളത്തിൻ്റെ നായിക നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്. അതിൻ്റെ ട്രെയിലർ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും വൻ വിവാദമാവുകയും, കാരണം സ്ത്രീപക്ഷം പറയുന്ന ഗീതു മോഹൻദാസിൻ്റെ സിനിമ ഏതാണ്ട് റോക്കിംഗ് സ്റ്റാർ യാഷിനെ അശ്ലീല നായകനാക്കി തുടങ്ങിയ വിവാദങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ KVN പ്രൊഡക്ഷൻസ് തന്നെയാണ് ടോക്സിക്കും നിർമ്മിക്കുന്നത്. അവിടെയും ഒരു 250 കോടി രൂപ, 250 ഏതാണ്ട് ഒരു 500 കോടി രൂപ അവിടെ മുടങ്ങിയിരിക്കുന്നു. തീർന്നില്ല. ഇനി വരുവാനുള്ള പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്, കൈദി 2 ചിലപ്പോൾ ഇവർ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനോ, കാർത്തി നായകനായ ലോകേഷ് കനകരാജിൻ്റെ ആ ചിത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിർമ്മാണത്തിലേക്ക് പോകുന്നതിനൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അതിന് മറ്റു കാരണങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയാമായിരിക്കും. അതിലേക്ക് നാം കടക്കുന്നില്ല. ആ ചിത്രം നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി, അല്ലെങ്കിൽ അതിൻ്റെ വിതരണത്തിൽ KVN കൈയുണ്ടാവും. പിന്നെ കൽക്കി, പ്രഭാസിൻ്റെ കൽക്കി എന്ന ചിത്രം, മുമ്പിറങ്ങിയ സന്ദീപ് റെഡ്ഡി വെങ്കയുടെ ആനിമൽ എന്ന ചിത്രം, ഇതിൻ്റെ എല്ലാം വിതരണം KVN ആയിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് വളരെ ശക്തമാണ്. പക്ഷേ അതിൻ്റെ അടിത്തറ എന്താണ്, ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട്, ഒരു പുകമറ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജനനായകൻ്റെ റിലീസ് എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണമായോ അല്ലെങ്കിൽ ഒരു കാര്യമായോ ഒതുങ്ങില്ല. ഇതൊരു മസാലപ്പടവുമായി മാത്രം ഒതുങ്ങില്ല, അല്ലെങ്കിൽ ഒതുങ്ങുവാൻ പാടില്ല. ഒതുക്കാനാണ് ഇപ്പോഴുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിജയിയെ ഒതുക്കുവാനുള്ള രാഷ്ട്രീയ കളികളാണ് എന്നോട് ശ്രദ്ധ തിരിക്കൽ, അല്ലെങ്കിൽ ഇതൊരു മസാലപ്പടമല്ലേ, ഇതിനെ വിട്ടേക്കൂ, സിനിമയായി കാണൂ തുടങ്ങിയ ചർച്ചകൾ മറ്റൊരു ഭാഗത്ത്. അത്തരത്തിലുള്ളൊരു വഴിതിരിക്കൽ, ഒരു കൺകെട്ട് വിദ്യകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോകേണ്ട ഒരു ചിത്രമല്ല ജനനായകനും അതിന് പിന്നാലെ വരുന്ന ടോക്സിക്കും. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതിനനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമസ്കാരം.